നമ്മൾ സാധാരണ ഈ കച്ചവടത്തിലൊക്കെ വെട്ടുമേനി എന്ന് പറയും. എന്നാൽ SIRലെ ഒരു വെട്ടുമേനിയുടെ കഥയാണ് മുൻ മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാൻ, MLA, ദീർഘകാലമായ പൊതുപ്രവർത്തകൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന 10 വർഷക്കാലത്തോളം ആലപ്പുഴ DCCയുടെ പ്രസിഡൻ്റായിരുന്ന A. ഷുക്കൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും 2 സഹോദരന്മാരുടെ അടക്കം 4 വോട്ടുകൾ 2002 ബേസ് വോട്ടർ പട്ടികയിൽ കാണാനില്ല. SIRൽ ബേസ് വോട്ടർ പട്ടിക 2002 അതിലുള്ളവരെല്ലാം ഉറപ്പായും ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്നാൽ അതിലുള്ളവരെല്ലാം ഉറപ്പായും ഉണ്ടാകില്ല എന്നതിൻ്റെ ഒരു മകുടോദാഹരണമാണ് DCC പ്രസിഡന്റ് കൂടിയായിരുന്ന ഷുക്കൂർക്കയുടെ പേരില്ലാതെ പോയത്. അവിടെ കൊണ്ടുവന്ന പട്ടിക ഷുക്കൂർക്കയോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നമ്മൾ സാധാരണ വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയുടെ മാതൃകയിലുള്ളതല്ല, ഒരു എക്സൽ ഷീറ്റാണ്. ആ ഷീറ്റിനകത്താണ് ഇത് കാണാതെ പോയിരിക്കുന്നത്. ഈ കാണാതെ പോയ ആൾ ചെറിയ ആളല്ല, ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരാളാണ്. ആരാ? അഹമ്മദ് കുഞ്ഞ്. ഉമ്മയുടെ പേര്? ഉമ്മയുടെ പേര് ജമീല ബീവി. അതുകൊണ്ട് ആ പേരിട്ടു. കൊല്ലം കുരുമ്പേലി. അതാരാ? കോളയത്തോട് മുസ്തഫ, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ഷുക്കൂർക്ക ജനിച്ച എന്നാ? 1957 ജനിച്ച ഷുക്കൂർ എന്ന് പറയുന്ന ഇദ്ദേഹം അഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെയും ജമീല ബീവിയുടെയും മകനാണ്. കുരുമ്പേലിൽ എന്ന് പറഞ്ഞ കൊല്ലത്തെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. വിവാഹം കഴിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ പിതാവ് ഈ മാതൃസ്വത്ത് കൊണ്ടാണ് വീടും സംവിധാനവുമൊക്കെ ഉണ്ടാക്കിയതെന്നതുകൊണ്ട് അവരുടെ കുടുംബപ്പേരായ കുരുമ്പേലിൽ തന്നെ ഇട്ട് അങ്ങനെയാണ് ഈ A. ഷുക്കൂർ കുരുമ്പേലിൽ വീട് ആലപ്പുഴ വരുന്നത്. അദ്ദേഹം 1977 വോട്ട് ചെയ്യണം എന്ന വലിയ ആഗ്രഹത്തിൽ അവിടെ ചെന്നപ്പോൾ, താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോൾ അതിനെന്തൊക്കെയോ ദിവസങ്ങളുടെ കുറവുണ്ട്, രേഖകൾ അവ്യക്തമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ അദ്ദേഹം വോട്ട് ചെയ്തതാണ്. പക്ഷേ 2002 കാണുവാനില്ല. ആ കാണുവാനില്ലാത്തതിൻ്റെ കഥ അദ്ദേഹം തന്നെ പറയുന്നതാവും ഉചിതമാവുക. കേൾക്കുക. ചേർക്കാൻ ചെന്നപ്പോ പറഞ്ഞു നമുക്ക് ഫ്ലാറ്റ് ആയിട്ടില്ല, ചേർക്കാൻ പറ്റില്ല, താലൂക്ക് ഓഫീസ്. അപ്പൊ എനിക്ക് 77 വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ 80 തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യും. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പാണതല്ലേ, അത് നയനാർ രാജിവെച്ചതിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പ് വോട്ടുണ്ട്. അതിൽ രസകരമായ ചരിത്രം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ടത്. 80 വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 2002 വോട്ടർ പട്ടികയിൽ എന്റെ പേരില്ലെന്നാണ് ഇവര് പറയുന്നത്. 2002 വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ട്. ഞാൻ 1996 KC വേണുഗോപാൽ ആലപ്പുഴ സ്ഥാനാർത്ഥിയായി വരുമ്പോ ഞങ്ങളോട് എല്ലാവരും 2-3 പേരോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ. മുനിസിപ്പൽ ചെയർമാനായിരുന്നു, എന്നോടും പറഞ്ഞു പാർട്ടി പ്രവർത്തകർക്ക് പിന്നെ തീരുമാനിക്കാതെ പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചപ്പോ പിൻവലിക്കേണ്ടി വന്ന് KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി. അത് കഴിഞ്ഞ് KC വേണുഗോപാലിന്റെ 2 തെരഞ്ഞെടുപ്പുകളിൽ 2001 പ്രൊപ്പോസ് ഉള്ള ഞാനായിരുന്നു സ്ഥാനാർത്ഥി, പിന്നെ പ്രൊപ്പോസർ. അപ്പോൾ 2001 വോട്ട് ചെയ്തിട്ടുണ്ട്. 2002 VM സുധീരന്റെ 3ാമത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ, അതായത് മുരളി സ്ഥാനാർത്ഥിയായി വന്നു, സിനിമാ നടൻ. അയാളുമായിട്ട് മത്സരിച്ചു. ആ സമയത്ത് ഞാന് അദ്ദേഹത്തിന്റെയും പ്രൊപ്പോസറായിരുന്നു. 2002 ഞാൻ വോട്ട് ചെയ്തു വന്നു. 2004 പൊതു തെരഞ്ഞെടുപ്പ് എല്ലാം കൂടെ വന്നു, കാരണം പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ. അതാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വരുന്നത്. അന്നും ഞാൻ വോട്ട് ചെയ്തു. 2004 ഞാനും എന്റെ കുടുംബവും ഈ പറയുന്നവരെല്ലാം വോട്ട് ചെയ്തു. 2004 കഴിഞ്ഞ് 2006 വന്നപ്പോൾ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ KC വേണുഗോപാൽ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2006 കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്ന 2009 അതിലും ഞാൻ വോട്ട് ചെയ്തു. എനിക്ക് തടസ്സം വന്നില്ല.
തന്നെ നവംബർ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി അന്ന് പ്രശ്നമില്ല. 2011 ഞാൻ അരൂര് മത്സരിച്ച് വിജയിച്ചു, പരാജയപ്പെട്ടു. അപ്പോഴും വോട്ടർ പട്ടികയിൽ അനുഭവിച്ച. അത് കഴിഞ്ഞുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇതുവരെയുള്ള 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും നിയമസഭയിൽ വോട്ട് ചെയ്ത ആളാണ്. എന്റെ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ വീട്ടിലെ ഈ 14 പേർക്ക്, ഇപ്പൊ 14 പേരുടെ പേരാണ് അവർ തന്നത്, അവർക്കെല്ലാം വോട്ടവകാശം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും വിദേശത്തുള്ളവരും ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾ 4 പേർക്ക് 14-ൽ 4 പേർക്ക് വോട്ടില്ല. ബാക്കി 10 പേര് 2022 ശേഷം ചേർത്താണ് 4. ബാക്കി 6 പേർക്ക് മാത്രമേ ഇപ്പോൾ വോട്ടുള്ളൂ. ഇതാണ് സ്ഥിതി. ഇവിടെ ഒരു കാര്യം സാന്ദർഭികമായി ഓർത്തു പോയത്, നോക്കൂ, ആ ഇലക്ഷൻ്റെ സീക്വൻസുകൾ പറയുന്നത് കണ്ടോ. നമുക്കൊരാൾക്ക് ഫോൺ കോളിൽ ഇങ്ങനെ ഇലക്ഷൻ്റെ സീക്വൻസ് പറയാൻ കഴിയില്ല, പക്ഷേ അത്രമേൽ അദ്ദേഹം അത് ഓർത്തു പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്രമേൽ തിരഞ്ഞെടുപ്പിനെയും ഈ പ്രക്രിയയെയും പൊതുപ്രവർത്തനത്തെയും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഓർത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സാമാന്യ യുക്തിക്ക് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ബോധപൂർവം ഒഴിവാക്കാനാണെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരെയും ഒഴിവാക്കില്ലേ? എന്തിനാണ് ഷുക്കൂറിനെ ഒഴിവാക്കിയത്, വേറെ അറിയപ്പെടാത്ത ഒരാളിനെ ഒഴിവാക്കില്ലേ എന്നൊക്കെ പറയുന്ന സാമാന്യേന ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കും. പക്ഷേ അവിടെയാണ് ഇതിൻ്റെ നിഗൂഢഭാവത്തെ നാം ഭയപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ആസൂത്രിതമായ മാനത്തെ നാം ഭയപ്പെടേണ്ടത്. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഇലക്ട്രോണിക്കലി റീഡബിളായിട്ടുള്ള വോട്ടർ പട്ടിക ചോദിച്ചിട്ട് നൽകാൻ തയ്യാറല്ല. അതിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് ഒരാളിൻ്റെ പേരിൽ ഫോട്ടോയിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ വോട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുള്ള സംവിധാനമുണ്ട്. അതങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒരു ഷുക്കൂർ എന്ന് അതിൽ അടിച്ചു കൊടുത്താൽ ഈ ഷുക്കൂറുമാരെ എല്ലാം കിട്ടും. അതിൽ നിന്ന് കുറച്ച് ഷുക്കൂറുമാരെ തട്ടുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അതെന്തിന് തട്ടണം, എങ്ങനെ തട്ടണം എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ സാമാന്യ നീതിയുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെ നീതിയില്ലാത്തവർ ഏത് പഴുതും എങ്ങനെയും ഉപയോഗിച്ച് എന്തും ചെയ്തെടുക്കാൻ ശ്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ പഠിച്ചു എന്ന് പറഞ്ഞാൽ ജനവിധി എതിരാണ്, ജനം തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഇനിയൊരു നീതിപൂർവമായ ഇലക്ഷൻ കൊണ്ട് പലതും സാധിക്കില്ല, അതുകൊണ്ട് മറ്റു പലതും സാധ്യമാണ്. അതൊക്കെ സാധ്യമാണോ, നടക്കുമോ നമ്മുടെ ഇന്ത്യയിൽ? ഇതുവരെയെല്ലാം നടന്നില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഭയങ്കര കട്ടിയായിട്ട് എതിർത്ത് നിന്നൊരു സർക്കാർ ഒരു കരാറിൽ ഒപ്പിട്ടില്ലേ പദ്ധതി നടപ്പിലാക്കാൻ? പൗരത്വ ഭേദഗതി സുപ്രീം കോടതിയിൽ കിടക്കുമ്പോൾ തന്നെ നടപ്പിലാക്കി തുടങ്ങിയില്ലേ? വഖഫിനകത്ത് അനുവാദം കൊടുത്ത സംഗതികൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ലേ? ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയില്ലേ? ഇലക്ഷൻ കമ്മീഷണർമാർക്കെതിരെ കേസെടുക്കാനുള്ള പ്രൊവിഷൻ അസ്ഥിരപ്പെടുത്തിയില്ലേ? അപ്പോൾ ഇതൊക്കെ സാധ്യമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇതിപ്പോൾ കേരളത്തിലെ ഒരു ഷുക്കൂർ ആയതുകൊണ്ട് ആ ഷുക്കൂർ ചിലപ്പം ഏത് തരത്തിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. ഇത് മഹാരാഷ്ട്രയിലെയോ ബീഹാറിലെയോ മറ്റേതെങ്കിലും ഒരു പിന്നോക്ക സംസ്ഥാനത്തെ ഷുക്കൂർ ആണെങ്കിൽ ഷുക്കൂർ പോയി. ഇതുപോലെ ലക്ഷക്കണക്കിന് ഷുക്കൂറുമാരും മറ്റുള്ളവരും ഒക്കെ പോയിട്ടുണ്ട്. ആ പോയവരൊക്കെ ഇനി തിരിച്ചു കയറാൻ ഇരട്ടി പാടുപെടേണ്ടി വരും. അത് വലിയ അസ്വസ്ഥതകൾ രാജ്യത്തിനകത്ത് സൃഷ്ടിക്കും. അതാർക്ക് ഛേദം? ഇതിനെല്ലാം കാരണം പറയുന്നത് ഇപ്പോൾ ഷുക്കൂർ ബംഗാളിയാ, ഷുക്കൂർ നുഴഞ്ഞുകയറ്റക്കാരനാണ്. 20 വർഷം മുനിസിപ്പൽ കൗൺസിലറായിരുന്ന, 2.5 വർഷം ചെയർമാനായിരുന്ന, ഏതാണ്ട് കുറച്ച് നാൾ നമ്മുടെ നിയമസഭയെ പ്രതിനിധീകരിച്ച, പിന്നീട് ഒരു ഇലക്ഷന് മത്സരിച്ച, 10 വർഷം DCC പ്രസിഡൻ്റായിരുന്ന, ഇപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡൻ്റായ ഒരു ഷുക്കൂർ നുഴഞ്ഞുകയറ്റക്കാരനാണോ, ബംഗാളിയാണോ? നമ്മൾ സാധാരണ ബീഹാറിൽ ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുറച്ച് പേരും തള്ളുമല്ലോ, അതൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ്. അല്ല, ഇവിടെയാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. SIRന് ഗൗരവം നൽകേണ്ടത്, ഇത് പരിശോധിക്കേണ്ടത്, ഇതിൽ പരാതികളുണ്ടെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഭാഗ്യവശാൽ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമത്തിൻ്റെ വിൻഡോ ഇന്ന് വരെ തുറന്നു കിടപ്പുണ്ട്. എത്ര നാൾ എന്ന് നമുക്കറിയില്ല. അതിലൂടെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നിടത്തോളം ഈ വിവരങ്ങൾ സമൂഹത്തോട് സംസാരിക്കേണ്ടത്. ഏതായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പലയിടങ്ങളിലും അത് ചേർക്കപ്പെടുന്നുണ്ട്. ചില സംശയങ്ങൾക്കൊക്കെയായി വിളിക്കുന്നുണ്ട്. മകളുടെ പേര് അങ്ങനെയില്ല. നമ്മളിതിനകത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഇനിയെങ്കിലും മേലിലും നമ്മുടെ മക്കൾക്ക്, കല്യാണം കഴിച്ചു വിടുന്ന മക്കൾക്കൊക്കെ രേഖകൾ എടുക്കുമ്പോൾ കല്യാണം വരെ നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിൽ എല്ലാം നമ്മുടെ അഡ്രസ്സിൽ, കെട്ടിച്ചു വിടുന്നിടത്തേക്കാണ് മാറ്റുന്നതെങ്കിൽ എല്ലാം ആ അഡ്രസ്സിലേക്ക് മാറ്റണം.
അതല്ല തിരിച്ചു മാറ്റുന്നെങ്കിൽ അതെല്ലാം തിരികെയും മാറ്റണം. പണ്ടത്തെ പോലെ പകുതി ഡോക്യുമെൻറ്റ്സ് അവിടെയും പകുതി ഡോക്യുമെൻറ്റ്സ് ഇവിടെയും ആകുന്നൊരു കൺഫ്യൂഷനിലേക്കൊന്നും പോകരുത്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളോട് വിളിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞതാണ്. ഏതായാലും അത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ഷുക്കൂർ ഒരു ഗുണപാഠമാണ് എന്ന് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ നീങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒക്കെ 1-2 അഭിഭാഷകരോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതേതെങ്കിലും മതത്തിന് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്കാരായ മനുഷ്യർ ആരൊഴിവാക്കപ്പെട്ടാലും അവരെ സഹായിക്കാൻ കഴിയുന്നതിന് ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവർ ഈ ഇന്ത്യയുടെ ഈ പൗരാവകാശ ആ പ്രയോഗത്തിന് അതിൽ നിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പരമമായ ലക്ഷ്യമായതുകൊണ്ട്.